അതിരപ്പള്ളി കല്ലാല എസ്റ്റേറ്റിൽ പരിക്കേറ്റ് അവശനിലയിലായിരുന്ന കാട്ടുകൊമ്പൻ ചരിഞ്ഞു. ആനയെ 2 തവണ മയക്കുവെടി വെച്ച് ചികിത്സ നൽകിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ ചേരുകയാണ്. ലെവിൻ, ഈ ആനയുടെ അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയായിരുന്നു ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്. എന്താണ് ഇത് സംബന്ധിച്ച് വനംവകുപ്പ് പറയുന്നത്? രുചിഷ, ആനയ്ക്ക് ജീവനുള്ള സമയത്ത് അവശനിലയിലായപ്പോൾ ഉള്ള അവസ്ഥയാണ്. കല്ലാല എസ്റ്റേറ്റിൽ തന്നെ ആന ഒരു ചെളിക്കുണ്ടിലേക്ക് എത്തുകയും അതിൽ വെള്ളത്തിൽ കിടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന നിലയിലേക്ക് അത്രയും ഗുരുതരമായ അവസ്ഥയിലേക്ക് ആനയുടെ ആരോഗ്യസ്ഥിതി എത്തിയിരുന്നു. ഇതിനു മുൻപ് സെപ്റ്റംബറിലായിരുന്നു കല്ലാല എസ്റ്റേറ്റിന്റെ പരിസര പ്രദേശങ്ങളിൽ ഇങ്ങനെ പിൻകാലിൽ മുറിവേറ്റ നിലയിൽ ആനയെ കാണുന്നത്. പിന്നീട് ആളുകൾ ചേർന്ന് ഈ പരാതി അടക്കം ഉന്നയിച്ചപ്പോൾ വനംവകുപ്പ് 2 വട്ടങ്ങളിലായി ആനയെ പിടികൂടി മയക്കുവെടി വെച്ച് ചികിത്സിക്കുകയും മറ്റും ചെയ്തിരുന്നു. പക്ഷെ കാര്യമായിട്ടുള്ളൊരു പരിചരണവും ശ്രദ്ധയും ഒന്നും ആനയുടെ കാര്യത്തിൽ ഉണ്ടായില്ല എന്നുള്ള ആരോപണങ്ങളും ശക്തമാണ്. ഇങ്ങനെ 2 തവണ ചികിത്സ നൽകിയ ആനയെ അത് ഒരു അഭയാരണ്യം പോലുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റി ആവശ്യമായ പരിചരണം നൽകാതെ കാട്ടിൽ തന്നെ വിട്ടയച്ചതിനെതിരെ വലിയ പ്രതിഷേധവും മറ്റും ഉണ്ടായിട്ടുണ്ട്. പ്രദേശവാസികളുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇതിനിടെ ഇങ്ങനെ അവശനിലയിൽ ചെളിക്കുണ്ടിൽ കഴിഞ്ഞു വന്നിരുന്ന ആന ഇന്ന് പുലർച്ചെയാണ് ഇവിടെ വെച്ച് തന്നെ ജീവൻ നഷ്ടപ്പെടുന്നത്. ഏതായാലും വനംവകുപ്പ് ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്.